നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി 12 മണിയായിട്ടോ. ഇത്ര നേരം ഉറങ്ങിയ പെണ്ണ് എണീച്ചതുണ്ടോ? ഇപ്പൊ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പരിപാടി ടാറ്റയും അതേപോലെ എണീച്ചിട്ടില്ലേ? ഇത് രണ്ടുമാണ് കുഞ്ഞിപ്പന്റെ മെയിൻ പരിപാടി. 8 മാസമായപ്പോ തൊട്ട് ടാറ്റ അതുപോലെ തന്നെ രണ്ട് കൈ വിട്ടിട്ട് ഇങ്ങനെ എണീച്ച് നിൽക്കും കുറച്ച് നേരത്തേക്ക് കേട്ടോ. ഒരു 4 സെക്കൻഡ് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ആടി ആടി. അപ്പനെ വിട്ടിട്ട് നിക്ക്. എണീക്കാനുള്ള പരിപാടി കേട്ടോ മൊത്തം. വിട് അപ്പനെ വിട്, ഇനി അപ്പനെ വിട്. എക്കളും കൂടി എടുക്കുന്നുണ്ട്, എക്കളെടുക്കുന്നുണ്ട്, എക്കളെടുക്കുന്നുണ്ട്. ദേഷ്യം പിടിച്ചു. ചക്കരക്കുട്ടി ടാറ്റാ ടാറ്റാ ടാറ്റാ. കുഞ്ഞിപ്പെണ്ണെ അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ 9 മാസമായപ്പോ കുഞ്ഞിപ്പെണ്ണ് കണ്ടോ മെല്ലെ എണീച്ച് നിൽക്കാനും അതുപോലെ തന്നെ ടാറ്റ പറയാൻ പഠിച്ചോളൂ. 8ാം മാസത്തിൽ 8 അടി വെക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ ഭിത്തി പിടിച്ച് നടക്കൂട്ടോള്. മെല്ലെ മെല്ലെ 2-3 സ്റ്റെപ്പ് വെച്ചു. വാ ചക്കരക്കുട്ടി ഓടുവാ. ഇച്ചന്റെ മുട്ട് കടിക്കാനാ, കണ്ടോ തന്നെ പിടിച്ച് നിക്കണ. എക്കളെടുക്കുന്ന ദേഷ്യം. അപ്പന്റെ കാലിന്ന് കൈ എടുക്കും മുത്തേ, വിട്ടേക്ക്. വല്ല കൈയൊന്നും കൊടുത്തിട്ട് പിടിച്ചോക്കടാ. വിട് വിട് അപ്പനെ വിട്, അപ്പനെ വിട്. പോയി വീണ് 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 അവര് എത്ര ട്രൈ ചെയ്യുന്നുണ്ടല്ലേ. ഫോണ് കണ്ടോട്ടോ. ഫോൺ അരിച്ചൂടാമ്മ പറഞ്ഞിട്ടില്ലേ. ഫോൺ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കേട്ടോ, ബാലൻസ് നീ കൈവിട്ടോക്ക്. ബാലൻസ് ചെയ്ത് എത്തിയിട്ട് കൈവിട്ടോ. ഒരുപാട് കാലം അകത്തി വെച്ചേക്കും. സാധനങ്ങൾ കണ്ടാ പിന്നെ എനിക്ക് തോന്നുന്നില്ല, പിന്നെ അതിന്റെ പുറമെ അത് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു വിട്ടാ അത് കാണിച്ചു വിട്ടു. കഷ്ടപ്പെട്ട ഇപ്പൊ സ്കൈന്റെ ഫുഡിന്റെ രീതിയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ഇപ്പൊ മുട്ട കൊടുക്കാൻ തുടങ്ങി, അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ കൊടുക്കും, അതേപോലെ കുറച്ച് ചോറിന്റെ കൂടി ഇത്തിരി എരിവുള്ള മോരുകറിയൊക്കെ. മോരുകറി ഭയങ്കര എന്നെ പോലെ തന്നെ കേട്ടോ, ഭയങ്കര ഇഷ്ടട്ടോ മോരുകറി വെച്ചിട്ട് ഒഴിക്കാന്ന് മീൻസ് ഒരു 2-3 തുള്ളി ഒറ്റിച്ചിട്ട് ആ ചോറിന്റെ കൂടി പീച്ചി കൊടുക്കും. ഭയങ്കര ഇഷ്ടാട്ടോ, അത് മൊത്തം ചോറ് കഴിച്ചോളും. പിന്നെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് അവളുടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത്തപ്പഴം ഇങ്ങനെ നെയ്യിൽ വാട്ടിയിട്ട് കൊടുക്കും കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാട്ടോ അവൾക്ക്, അത് നല്ലോണം കഴിച്ചോളും. പിന്നെന്താ ഇപ്പം പനി വന്നപ്പം, കഴിഞ്ഞ ഒരു പ്രാവശ്യത്തെ പനി വന്നില്ല, അത് വന്നേ പിന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പം നമ്മൾ വാഴക്കപ്പൊടി ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല, പിന്നെ അമൃതം പൊടി അതൊന്നും അവൾ കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മുത്താറിൻ്റെ പൊടിയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, അതും ഇപ്പം അധികം അങ്ങനെ കഴിക്കുന്നില്ല. ഇപ്പം ചോറ്, അതേപോലെ തന്നെ എന്താ പറയുക ഫ്രൂട്ട്സ്, ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റ് ഇങ്ങനെ ഞാൻ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ഇങ്ങനെ തിളപ്പിച്ച് വേവിക്കൂല, എന്നിട്ട് അരച്ചു കൊടുക്കും കേട്ടോ. അപ്പം അത് കഴിച്ചോളൂ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ നമുക്ക് അംഗനവാടിയിൽ നിന്ന് ഇങ്ങനെ നുറുക്ക് ഗോതമ്പ് കിട്ടില്ലായിരുന്നു, ആ നുറുക്ക് ഗോതമ്പ് ഞാനൊരു 2 സ്പൂൺ എടുത്ത്, അതേപോലെ അത് അങ്ങനത്തെ കുഞ്ഞിപ്പെണ്ണ് കൊടുക്കുന്ന ഫുഡിൻ്റെ രീതികളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അത് സ്പെഷ്യലായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പൊരിഞ്ഞ ചിരിയാണല്ലോ എൻ്റെ ചിച്ചനെ. അതെ വിട്ടു നിൽക്കണേ പിടിച്ചിട്ടുണ്ടോ? ഞാൻ അമ്മേ പിടിച്ചിട്ടേ സമയം കുറേ ആയിട്ടോ. കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ ഉറക്കാൻ നോക്കട്ടെ. എന്നാ ഇച്ചയാണല്ലോ ഉറക്കുന്നേ. ഇച്ചേന്റെ അടുത്ത് ഇപ്പൊ ഉറക്കാനൊന്നും പോയില്ല കേട്ടോ, 4 ചാട്ടത്തിന് ചാടും.